പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ജസ്മ എന്നാണ്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് മാതാവ് തന്ന ഒരനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സാക്ഷ്യം തന്നിരിക്കുന്നതും അത്ഭുതം തന്നിരിക്കുന്നതും രോഗശാന്തിയിലൂടെയാണ്. എൻ്റെ കുഞ്ഞ് 2022 3 വയസ്സായ എൻ്റെ കുഞ്ഞിനിപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് കുഞ്ഞ് ജനിക്കുന്നവരേക്കും ഞാൻ വയറിൽ തൈലം വെച്ച് കുരിശ് വരയ്ക്കുമായിരുന്നു. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തിരുന്നത്. എന്ത് വന്നു കഴിഞ്ഞാലും അമ്മ പറയും, മാസത്തിലൊന്ന് ഞാൻ ഈ കൃപാസനം പള്ളിയിൽ വരുമായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ ഉടമ്പടിയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. എന്ത് വയ്യായിക വന്നാലും എൻ്റെ അമ്മ പറയാറ്, കുരിശ് വരയ്ക്ക്, മാതാവിനെ വിളിക്ക്, കൃപാസനത്തിൽ പോ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു തരാറ്. പ്രഗ്നൻസിയുടെ സമയമായപ്പോൾ സിസേറിയൻ ആണെന്ന് പറഞ്ഞു. പ്രഗ്നൻസി കഴിഞ്ഞു, സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് എമർജൻസി ആയിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അവർ റെഫർ ചെയ്തു. പറഞ്ഞു 3 ദിവസം ആണ് അവർ സമയം തന്നിരിക്കുന്നത്, എമർജൻസിയാണ്, കുഞ്ഞിനെ കിട്ടുമെന്ന് പോലും പ്രതീക്ഷയില്ല. ഒരമ്മയിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ ഉള്ള അവസ്ഥ ഒരു അമ്മയായിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കുഞ്ഞെൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്ക് തന്നെങ്കിൽ എനിക്ക് തിരിച്ചു തരണം. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ കുഞ്ഞിനെ ഇത്രയിലും ഞാൻ കിട്ടിയത്. അങ്ങനെ 3 ദിവസം എനിക്ക് സമയം തന്നു. 3-ാം ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും വണ്ടാനത്തും എൻ്റെ അനിയത്തിയും ഞാനും സാഗര ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത്. 3-ാം ദിവസം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, കുഞ്ഞിനൊരു കുഴപ്പവുമില്ല, കുഞ്ഞിപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും കുഞ്ഞിനെ റിട്ടേൺ കൊണ്ടുവരും എന്നുള്ളത്. അതെനിക്കൊരു വലിയ അനുഗ്രഹമായി തോന്നി. അന്ന് ആ നിമിഷം തൊട്ട് എൻ്റെ മാതാവിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് രോഗശാന്തി ചെറുതും വലുതുമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നിരുന്നു. അത് കഴിഞ്ഞ് ജനുവരി 1-ാം തീയതി 6:30 ആയി കഴിഞ്ഞപ്പോൾ, ആ സമയത്ത് ഞാൻ 2025 ഈ ജനുവരിയിൽ തന്നെയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത സമയമായിരുന്നു. ഉടമ്പടി എടുത്ത കൂട്ടത്തിൽ ഞാൻ ഇവിടുന്ന് ഒരു ചെറിയ കാശുരൂപമായിട്ടാണ് വീട്ടിൽ പോയത്. അതിൻ്റെ 2 ദിവസം മുമ്പ് എന്തോ സംഭവിക്കുമെന്ന് എനിക്ക് സ്വപ്നം കാണുന്നുണ്ട്. ഞാൻ കുഞ്ഞിൻ്റെ കൂടെയാണ് എപ്പോഴും ഉണ്ടാവാറ്. അപ്പോൾ ഈ ചെറിയ കാശുരൂപ ഞാൻ കുഞ്ഞിൻ്റെ കഴുത്തിലിടാൻ തുടങ്ങി. അന്ന് വൈകിട്ട് ജനുവരി 1-ാം തീയതി കുഞ്ഞ് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയും ഞാൻ അവളെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ കാലിൽ പാമ്പ് കടിക്കുകയും, പാമ്പ് കടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് കാലിൽ നിന്ന് വിടുന്നില്ല. കുഞ്ഞുള്ള ധൈര്യത്തിൽ മാതാവേ എന്നുള്ള ഒരു വിളി മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ ജില്ലാ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്നോട്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെക്കപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. വെളുപ്പിന് ഒരു 1 മണി വരേക്കും ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നു, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു. ഒരു 1:30-2:30 മണിയൊക്കെ ആയപ്പോൾ പറഞ്ഞു, അത്യാവശ്യമാണ്, ആംബുലൻസ് വരും, ഇപ്പോൾ വണ്ടാനം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ മാതാവിനെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തൈലമുണ്ട്, ഉപ്പുണ്ട്, തേനുണ്ട് അമ്മയുടെ കയ്യിൽ. ആംബുലൻസിൽ കിടന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മുഖവും മാതാവിൻ്റെ മുഖവും മാത്രമേ ഓർമ്മയുള്ളൂ. പാമ്പ് കടിച്ച ഭാഗത്ത് അമ്മ തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതുകൂടെ തേനമ്മ തരികയും ഉപ്പും വായി തന്നിട്ടുണ്ടായിരുന്നു. വണ്ടാനം കൊണ്ടായി പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞു. ഇതാണ് എനിക്ക് അടുത്തത് ലഭിച്ച സാക്ഷ്യം. ഇതിനപ്പുറം എനിക്ക് മെയ് 2-ാം തീയതി ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. എന്നിലൂടെ ഒത്തിരി പേര് ഈ കൃപാസനത്തിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. മെയ് 2-ാം തീയതി ചോറെടുത്ത്, തിളച്ച ചോറായിരുന്നു, കുഞ്ഞ് അത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ഞാൻ ബെഡ്മ കൊണ്ടുപോയി കിടത്തി. അത് കഴിഞ്ഞ് ചോറെടുത്ത് വരാൻ നേരത്ത് കാല് സ്ലിപ്പായി, ചുമരിലേക്ക് ചോറിൻ്റെ കലവും ചോറും കൂടെ വീണ് ഓപ്പോസിറ്റ് വന്ന് തല തൊട്ട് കാല് വരേക്കും പൊള്ളി, മേല് മൊത്തം. ഈ മാസം 2-ാം തീയതിയാണ്. പെട്ടെന്നായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു 3 മാസമെങ്കിലും സമയമെടുക്കും, 2nd സ്റ്റേജാണ്, ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതാണ് ഫോട്ടോ, കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതുപോലെ എൻ്റെ തല തൊട്ട് താഴെ ഭാഗം ഫുള്ളായിട്ട് പൊള്ളിപ്പോയായിരുന്നു. ടോയ്ലറ്റിൽ പോയി ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിലാണ്. എൻ്റെ തല, ഫേസ്, നെക്ക്, ബാക്ക്, ബട്ടക്സിൻ്റെ സൈഡ്, ഫ്രണ്ട്, ആ മുഖമാണ് ഇത്. മാതാവിനോട് ഞാൻ ഒത്തിരി കരഞ്ഞു. പൊള്ളിയ പാടെ വേദന സഹിക്കാൻ വയ്യാതെ ബാത്റൂമിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞത്, മാതാവേ, വെള്ളം കോരി ഒഴിക്കുമ്പോഴും പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, മാതാവേ, നിൻ്റെ മുന്നിൽ ഞാൻ എപ്പോഴും വന്ന് നിൽക്കുന്നതാണ്, എനിക്കിതിന് ഒരു ഉത്തരം തരണം. എൻ്റെ മുഖത്ത് ചെറിയ പാട് തന്നാലും
വലുതാക്കരുത്. കാരണം ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. 2-ാം ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ കണ്ണിന് ഫുള്ളായിട്ട് അടഞ്ഞു പോയി. കാഴ്ചയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് പൊള്ളി. ആ സമയം തൊട്ട് എൻ്റെ അമ്മയുണ്ട്, എൻ്റെ കുഞ്ഞിവിടെയുണ്ട്. അമ്മ നേർച്ച വസ്തു ഉപയോഗിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ തൈലം ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അമ്മ ഒന്നരാടമായിട്ട് എൻ്റെ പൊള്ളിയ ഭാഗത്ത് ഇട്ട് തരും. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഡോക്ടർ വന്ന് വല്ല പഴുപ്പോ കാര്യങ്ങളോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ അമ്മഴും പറഞ്ഞൊരു കാര്യം, കുഴപ്പമില്ല, കുരിശ് വരച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ 2-ാം ദിവസം ആയപ്പോൾ ഓർക്കണം, കണ്ണ് മൊത്തം അടഞ്ഞുപോയി, കൊമളയായി മൊത്തം. എനിക്ക് ഇരിക്കാൻ വയ്യ, എണീക്കാൻ വയ്യ. ഹസ്ബൻഡിനോട് കരച്ചിലും ദേഷ്യവും മാത്രമേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു ഒരു 3 മാസമെങ്കിലും റിക്കവർ ആവാൻ വേണ്ടി സമയമെടുക്കും, അതുകൂടെ നമുക്ക് ലേസർ ചെയ്താലേ ഈ പാടെല്ലാം മാറുള്ളൂ എന്ന്. അങ്ങനെ 3-ാം ദിവസം കഴിഞ്ഞു. 2 ആഴ്ച കിടക്കണം എന്ന് പറഞ്ഞ് ഞാൻ കറക്റ്റ് 6-ാം ദിവസമായി. 7-ാം ദിവസം മെയ് 7-ാം തീയതി എന്നെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിൽ ചെന്ന് ഒരാളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരാൾ മാതാവ് മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാ മാസവും മാതാവിൻ്റെ മുമ്പിൽ വരണതാണ്. എന്നിട്ട് മാതാവ് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു? എനിക്കൊരു ജോലി റെഡിയായിരുന്നു കോഴിക്കോട്, എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി റെഡിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് റിട്ടേൺ വരണ സമയത്താണ് ഈ സംഭവം നടന്നത്. ഞാൻ ഒത്തിരി കരഞ്ഞായിരുന്നു, ദേഷ്യവും വാശി. എനിക്ക് കുഞ്ഞിനെ പോലും എടുക്കാൻ വയ്യ. എൻ്റെ കുഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് മൊത്തം അടഞ്ഞു പോയപ്പോൾ എൻ്റെ അടുത്ത് വരാതെയായി. എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവർ ആവുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ഞാൻ അമ്മയുടെ അടുത്ത് ഇരുന്നപ്പോൾ പറഞ്ഞു, ഒരു മണം വരുന്നുണ്ട്, മുല്ലപ്പൂവിൻ്റെയാണോ എന്താണെന്നറിയത്തില്ല. 1 മിനിറ്റ് അങ്ങാണ്ട് ആ മണം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അത് പോവുകയും ചെയ്തു. പക്ഷേ നഴ്സുമാർ വന്ന് ക്ലീൻ ചെയ്ത് ഈ മുറിവൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വേദനയാണ്, യൂറിൻ വരേക്കും പോകും. ഒരവസ്ഥ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. മാതാവിനെ തന്നെ വിളിച്ചു, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. അന്നും രാത്രി കിടക്കുമ്പോൾ എന്തുകൊണ്ട് മാതാവേ നീ എനിക്കിത് തന്നു എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ചെന്ന് 3-ാം ദിവസമായി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി 3-ാം ദിവസമായപ്പോൾ എൻ്റെ കുഞ്ഞ് 2 ദിവസമായിട്ട് പറയുന്നു ഹസ്ബൻഡിനോട്, എൻ്റെ അടുത്ത് കിടക്കാൻ അവൾക്ക് പേടിയാണ്. ഹസ്ബൻഡിനോട് പറയുന്നു, മാതാവ് വന്നായിരുന്നു, ഈശോ വന്നായിരുന്നു, മമ്മിയുടെ ഉവ്വാവും എല്ലാം മാറ്റിക്കൊടുത്തു. 3 വയസ്സേ അവൾക്ക് പ്രായമുള്ളൂ. മാതാവ് ഈശോ എന്ന് മാത്രം പറയുന്നൊരു കൊച്ച് ഇത്രയും ഡീപ്പായിട്ട് ആ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. ഇത്രയും ക്ലിയർ ആയിട്ട് പറയാൻ ഒരു വഴിയില്ല. മാതാവ് വന്നു, ബീച്ചിൻ്റെ സൈഡിലാണ് വന്നത്. മമ്മിയുടെ ഉവ്വാവ് മാറ്റിക്കൊടുത്ത് പറന്ന് പോയി എന്ന് പറഞ്ഞു. അന്ന് ആ ദിവസം തൊട്ട് എനിക്ക് വേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് പൊളിഞ്ഞു പോകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പിന്നെ ഇത്രയൊക്കെ എനിക്ക് വന്നിരുന്നോ എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 1 മാസം മറ്റന്നാൾ ജൂൺ 2-ാം തീയതിക്ക് വരണേ ഉള്ളൂ. പക്ഷേ 1 മാസം കൊണ്ട് എൻ്റെ മുഖം കാണണം. ഇങ്ങനെ ആവുമെന്ന് ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഞാൻ വിചാരിച്ചിട്ടില്ല. 2ാമത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഇത് എന്തൊരു മിറാക്കിളാണ്. പക്ഷെ അന്ന് തൊട്ട് അവസാനം വരേക്കും കുരിശ് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്കായിട്ടാണെങ്കിലും ഞാൻ നേർച്ച വസ്തു ഉപയോഗിച്ചിരുന്നു. മാതാവിൽ ഉറച്ച് ഞാൻ വിശ്വസിച്ചിരുന്നു എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത്. എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴും ടെൻഷനായിരുന്നു. കാരണം ഇനി എന്ത് ചെയ്യും, ഈ മുഖം വെച്ചേ എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അമ്മ എന്നെ കൈ പിടിച്ച് നടത്തി. ഇന്ന് ഈ നിമിഷം ഇത്രയും പാട് വന്നിട്ടും ഡോക്ടർ ചോദിച്ച ഒരു കാര്യമാണ്, ഇത് അത്ഭുതമാണല്ലോ, ഇങ്ങനെ ഒരിക്കലും മാറത്തില്ല, 3 മാസം കഴിഞ്ഞ് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ പോയപ്പോൾ പറയുകയാണ് ലേസറിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ മാറുമല്ലോ എന്നുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരേക്കും കുരിശ് വരയ്ക്കുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം മുടി പോയി, ഐബ്രോസ് പോയി, കൺപീലി കൊഴിഞ്ഞു പോയി. പക്ഷേ ഇതൊക്കെ പോയപ്പോഴും വിഷമമുണ്ടെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കൊച്ചിനാണ് പറ്റിയിരുന്നെങ്കിൽ എനിക്ക് അവളെ എടുക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞത് കുഞ്ഞായിരുന്നെങ്കിൽ കിട്ടത്ത് പോലും ഇല്ലായിരുന്നു എന്ന്. പാമ്പ് കടിക്കേണ്ടതും കുഞ്ഞിനായിരുന്നു. അന്നും ഞാൻ ഉടമ്പടിയിലായിരുന്നു, നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിരുന്നു. കുഞ്ഞ് ജനിച്ച അന്ന് തൊട്ട് മിറാക്കിളാണ്. അവൾക്ക് മാതാവിനെ നന്നായിട്ട് അറിയാൻ പറ്റും. കുഞ്ഞിലൂടെയാണ് ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ തരുന്നത്, രോഗശാന്തിയാണ് ഏറ്റവും കൂടുതൽ തരുന്നത്. ഇത്രയും തന്ന മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ഫേസ് മാത്രമല്ല എല്ലാ ഭാഗവും പൊള്ളിയിട്ടുണ്ടായിരുന്നു. യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എല്ലാ മാസം പള്ളി വരുമ്പോൾ ഞാൻ ആകെ പറയുന്ന വലിയൊരു കാര്യം, മാതാവേ അസുഖം തരരുത്, സാമ്പത്തിക പ്രശ്നം നമുക്ക് മാറ്റാം, വേറെ എന്ത് നമുക്ക് തരണം ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ഒരു രോഗം വന്നു പോയാൽ നമ്മുടെ അടുത്ത് ആരും ഇല്ലെങ്കിലും നമുക്കൊരു കുഞ്ഞുള്ള കാരണം നമുക്ക് അതുപോലെ നിൽക്കാനും പറ്റണം.
ഇത്രയും തന്ന മാതാവിന് ഈ ഒരു റിക്കവർ ചെയ്ത് എനിക്ക് ഇത് ഒരു വിശ്വാസമല്ല, മെഡിസിനിൽ ഒരിക്കലും ഇത്രയും വരില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്നെ ആ സമയത്ത് വീഡിയോ കോൾ ചെയ്ത് ഇൻഫെക്ഷൻ ആയത് കാരണം ആരും അടുപ്പിക്കില്ലായിരുന്നു. ആ സമയത്ത് എന്നെ കണ്ടവരെല്ലാവരും പറഞ്ഞിരുന്നത് കണ്ണ് പോകും. കണ്ണിൻ്റെ ഡോക്ടർ വന്ന് 3 ദിവസം 4 ദിവസമായിട്ട് എനിക്ക് മെഡിസിൻ തന്നിരുന്നു. കണ്ണ് കാഴ്ചയില്ലാത്ത അവസ്ഥ, വേദന, ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രശ്നം, ഇതൊക്കെ മാതാവ് എങ്ങനെ തരണം ചെയ്ത് ഇന്ന് ഈ നിമിഷം വരേക്കും എത്തിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുള്ള കാരണം എനിക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. എന്നെ കഴിയുന്ന രീതിയിൽ എൻ്റെ മുമ്പിൽ കൈനീട്ടിയ ആരെയും ഞാൻ കാണാതെ പോയിട്ടില്ല. ചെറുതായും വലുതായും എനിക്ക് പറ്റുന്ന രീതിയിൽ ഭക്ഷണമായിട്ടോ പൈസയായിട്ടോ ഞാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ പത്രം മേടിച്ച് കൊടുക്കുമായിരുന്നു. ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെ പോകാനാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈ ഒരു അത്ഭുതം എന്നിലൂടെ എത്രയോ പേര് വന്നിവിടെ സാക്ഷ്യം പറയണമെന്നും തന്നെയാണ്. ഞാനും വിശ്വസിച്ചിരുന്നില്ലായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ശരിയാണ് മാതാവ് ഉണ്ട്, കൃപാസനമുണ്ട് എന്നൊക്കെ വിചാരിച്ചിരുന്നു. കുഞ്ഞിന് സിസേറിയൻ കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചത് മാതാവുണ്ട്, പക്ഷേ ഇത്രയും അത്ഭുതം തരുമെന്ന് എൻ്റെ ഏത് നിമിഷവും മാതാവ് കഷ്ടപ്പാട് തരും, സഹനങ്ങൾ തരും. പക്ഷെ അത് സഹിക്കാനുള്ള ക്ഷമയും കരുത്തും തന്നിരുന്നു. ഇനി ഈ നിമിഷം വരേക്കും എൻ്റെ കൂടെ മാതാവുണ്ട്. ഇനിയും മുന്നോട്ട് ഉടമ്പടി ജീവിതത്തിലൂടെ പോകാനും മാതാവിനോട് ഇടപെടാനുമാണ് എനിക്ക് ആഗ്രഹം. തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. വിലാപങ്ങൾ 3-ാം അധ്യായം 49-50 തിരുവചനങ്ങൾ. എൻ്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും, കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നതുവരെ അത് നിലയ്ക്കുകയില്ല. ജോസ്മി ആൻ്റണി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച 3 അനുഭവങ്ങളെയാണ് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യത്തേത്, 2ാമത്തെ കുഞ്ഞ് പിറക്കുന്ന നാളിൽ കുഞ്ഞിനുണ്ടായ ഗുരുതരമായ രോഗാവസ്ഥ, അത് ക്ലേശകരമായി കിട്ടുമോ ഇല്ലയോ എന്നുള്ള അവസ്ഥകളൊക്കെ കുടുംബം കടന്നുപോയപ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലത്തിലൂടെയും ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും കുഞ്ഞിൻ്റെ ആരോഗ്യം പൂർണ്ണമായി തിരികെ കിട്ടുകയും അതിന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ മകൾ നന്ദി പറയുന്നു. പിന്നീടുള്ള 2 അനുഭവങ്ങൾ 2025 ലഭിച്ച സൗഖ്യങ്ങളാണ്. 25 ജനുവരിയിൽ മകൾ കുഞ്ഞിനെ എടുക്കുവാനായി പുറത്തേക്ക് പോകുമ്പോൾ പാമ്പ് കടിച്ചതാണ് വിഷയം. അത് ഗുരുതരമായ രീതിയിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്. മകൾ പറയുന്നു, ആ പാമ്പ് കടിച്ച നിമിഷം തന്നെ ഞാൻ ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അമ്മയുടെ കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ ഉടമപ്പെടുത്തി ഉടമ്പടി ഉപ്പ് ഇത്തിരി വെള്ളത്തിൽ കലക്കി കുടിക്കുകയും ഉടമ്പടി തേനുള്ളിൽ സേവിക്കുകയും മാതാവ് കാത്തോളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മണിക്കൂറുകളിൽ ചെലവഴിക്കുകയും ചെയ്തു. കുറേ കഴിഞ്ഞ് ഇത് വീണ്ടും ഗൗരവതരമായി മാറുമ്പോൾ സഹോദരിയുടെ അമ്മ വീണ്ടും ഉടമ്പടി തൈലമെടുത്ത് മുറിവുകളിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ ആപത്തിൽ നിന്നും എല്ലാ വിഷത്തിൻ്റെ തീവ്രതകളിൽ നിന്നും പൂർണ്ണമായ സംരക്ഷണവും സൗഖ്യത്തിനും വേണ്ടി അമ്മ മാതാവിന് ഉടമപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്നു. അത് മകൾ പറയുന്നുണ്ട്, സമയച്ചുരുക്കത്തിന് അമ്മ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇത് ഗുരുതരമായി കൊണ്ടിരുന്നു എന്ന് പറഞ്ഞ വിഷയത്തിൽ നിന്നും നിസ്സാരമായി സൗഖ്യപ്പെടുത്തി പൂർണ്ണ ആരോഗ്യം നൽകി മകളെ ഭവനത്തിലേക്ക് അയച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവച്ചത്. 3ാമത് മകൾ സൂചിപ്പിച്ചത് ഈ മാസം മകൾക്കുണ്ടായ ഏറ്റവും ക്ലേശകരമായ ഒരു അപകടമാണ്. അത് കന്നി വാർത്ത് വയ്ക്കുമ്പോൾ സ്ലിപ്പായി നിലത്ത് വീഴുകയും കന്നി മുഴുവനും ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ മുഴുവനും പടർന്നിറങ്ങി ആ ശരീരം ആസകലം പൊള്ളിയതിനെക്കുറിച്ചാണ് മകളതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നമ്മളെ കാണിക്കുന്നുണ്ട്. മകളുടെ മുഖം കാണാനാവാത്ത വിധം വികൃതമായി ശരീരത്തിൻ്റെ പുറവും അകവും മുൻവശവും പിറകുവശവും ഒരുപോലെ തന്നെ മുഴുവനും ഓരോ ഇടവും പൊള്ളിവെന്ത് വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ഇത് വളരെ വേഗത്തിൽ സൗഖ്യപ്പെടില്ലെന്ന്, ഗുരുതരമായ വളരെ കാര്യമായ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന്, ലേസർ ചികിത്സ ആവശ്യമുണ്ടെന്ന്, അതോടൊപ്പം തന്നെ ഒത്തിരി നാളത്തെ ചികിത്സ ആവശ്യമുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ അവസ്ഥയിൽ ഒന്ന് കിടക്കുവാനോ ഇരിക്കുവാനോ നിൽക്കുവാനോ നടക്കുവാനോ ഒന്നും പറ്റാത്ത വിധം ഏറെ ദയനീയമായി മകളുടെ അവസ്ഥ മാറിയതിനെയാണ് മകൾ സൂചിപ്പിച്ചത്. അത്ര കണ്ട് ദയനീയമായി തൻ്റെ ആ ഒരു അപകടം മാറുമ്പോൾ മകൾക്കാകെ ആശ്രയം ഉള്ള ഏക ആശ്രയം അത് കൃപാസന മാതാവ് മാത്രമാണ്.
മകൾ പറയുന്നുണ്ട്, പൊള്ളൽ വീണ ആ നിമിഷം തന്നെ ഞാൻ ഉടമ്പടി ഉപ്പ് എൻ്റെ കൈകളിലെടുത്ത് എൻ്റെ ശരീരം മുഴുവനും ഞാൻ വിതറി, എൻ്റെ മുഖത്തും ശരീരത്തും വിതറിയിട്ടാണ് അമ്മയെ വിളിച്ച് നിലവിളിയോടെ ഞാൻ പ്രാർത്ഥിച്ചത്. അമ്മ മാതാവ് കൂടെ നിന്ന് എനിക്ക് സൗഖ്യം നൽകണമേ എന്ന്. ഞാൻ ബ്യൂട്ടീഷ്യനാണ്. ഞാൻ ഒത്തിരി പേരെ മേക്കപ്പിന് വേണ്ടി പോകുമ്പോൾ എന്നെ തന്നെ ഒന്ന് അവതരിപ്പിക്കുവാൻ എൻ്റെ മുഖം തന്നെ വികൃതമായി പോയാൽ എൻ്റെ ജോലി, എൻ്റെ കുടുംബം അതേറെ ക്ലേശത്തിലാകും. അമ്മ മാതാവ് സഹായിക്കണമെന്ന് പറഞ്ഞ് ആദ്യം തന്നെ ഉടമ്പടി ഉപ്പെടുത്ത് ഞാൻ എൻ്റെ ശരീരം മുഴുവനും വിതറിയിരുന്നു. അമ്മയുടെ സംരക്ഷണയിലേക്കാണ് ഉടമപ്പെടുത്തിയത്. എന്നിട്ട് എൻ്റെ അമ്മ വന്ന ഉടമ്പടി തൈലമെടുത്ത് എല്ലാ മുറിവുകളിലും പൊള്ളലേറ്റ ഓരോ ഇടങ്ങളിലും കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ മാതാവിന് സമർപ്പിച്ചതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് ചെല്ലുന്നത്. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അത് സെക്കൻഡ് സ്റ്റേജ് ആയെന്നും അത് പൊള്ളൽ ഗൗരവമുള്ളതാണെന്നും തേർഡ് സ്റ്റേജ് ആയിരുന്നെങ്കിൽ അത്രത്തോളം എത്തിയാൽ അത് പൂർണ്ണമായും ആളെ കിട്ടുക തന്നെ പ്രയാസമാണെന്നും അവരറിയിക്കുന്നുണ്ട്. എങ്കിലും 3-4 മാസം തുടർച്ചയായ ചികിത്സ ആവശ്യമുണ്ടെന്ന്, 6 മാസമോ അതിലധികമോ ആൾ ശരിയായി കിട്ടുവാൻ വേണ്ടി വരുമെന്ന്, ലേസർ ചികിത്സയിലൂടെ മാത്രം അല്പമെങ്കിലും ആ ശരീരത്തിൻ്റെ നോർമൽ കളറുകളൊക്കെ ശരിയാക്കി എടുക്കുവാൻ പറ്റും വിധം മുറിവുകളെയൊക്കെ നമുക്ക് ഉണക്കാമെന്നും ഒക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. മകൾ പറയുന്നുണ്ട്, ആശുപത്രി കിടക്കയിൽ ഓരോ നിമിഷവും ഞാൻ കൃപാസന മാതാവിനോട് ഇടതടവില്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് മരുന്നോ ലേപനമോ അല്ല, മറിച്ച് എൻ്റെ കർത്താവിൻ്റെ വചനവും എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യവുമായി തീരുന്നതിന്, എനിക്ക് സൗഖ്യം നൽകുന്നതിന് വേണ്ടി നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സഹോദരിയുടെ അമ്മ നിരന്തരം ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും അത് അമ്മ മാതാവ് സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടിയും ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇന്ന് ഏതാണ്ട് 28 ദിവസം കഴിയുമ്പോൾ, ഏതാണ്ട് 180 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞ രോഗത്തിൻ്റെ സൗഖ്യമാണ് 28 ദിവസം കഴിയുമ്പോൾ മറ്റ് ഗൗരവമുള്ള ഒരു ചികിത്സയും ചെയ്യാതെ ഈ മകൾ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എത്ര വലിയ അപകടത്തിലും കൂടെ നിന്ന് സൗഖ്യവും ആശ്വാസവും പകരുന്ന അമ്മ എങ്ങനെ കൂടെ നിന്ന് സഹായിക്കുമെന്ന് മകൾ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. മകൾ പറയുന്നുണ്ട്, എനിക്ക് സൗഖ്യം ലഭിക്കുന്നതിന് 2 അടയാളങ്ങൾ എൻ്റെ അമ്മ എനിക്ക് കാട്ടിത്തന്നു. ഒന്ന്, ഒരു സുഗന്ധാഭിഷേകമാണ്. ഒരല്പനേരത്തേക്ക് മാത്രം നിന്ന സുഗന്ധാഭിഷേകത്തിൽ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ അരികിലുണ്ടെന്ന്. 2-3 വയസ്സെത്താത്ത എൻ്റെ മകൾ പറയുന്ന 2-3 വാചകങ്ങളാണ്. ഈശോയും മാതാവും എൻ്റെ അരികിൽ, എൻ്റെ അമ്മയുടെ ഉവ്വാവ് മാറ്റുവാൻ അടുത്തെത്തി പറന്നു പോകുന്നത് കണ്ടു. അതെവിടെ കണ്ടു? അത് കടലിനരികെയാണ് കാണുന്നത് പോലും. അത് കൃപാസന മാതാവാണ് കടലിൻ്റെ തിരമാലകൾക്ക് മേൽ ഉയർന്നു നിന്നുകൊണ്ട് ലോകത്തിൻ്റെ ദുരന്തങ്ങൾക്ക് മുഴുവനും അത് പ്രാർത്ഥിക്കുവാനും സൗഖ്യവും ആശ്വാസവും കിട്ടുമെന്ന് അരുളി ചെയ്യുന്നത്. അതുകൊണ്ട് അതേ മാതാവിനെ കുറിച്ചാണ് ആ കുഞ്ഞ് ഈ അമ്മയോട്, ജീവിത പങ്കാളിയോട് പറഞ്ഞുകൊണ്ട് അത് കൈമാറിക്കൊടുക്കുന്നത്. ആ ദിവസം മുതൽ സഹോദരി പറയുന്നുണ്ട്, അത്ഭുതകരമായ രീതിയിൽ ആ പൊള്ളലിൻ്റെ മുഴുവൻ പൊറ്റകളും മറ്റ് കാര്യങ്ങളുമൊക്കെ അടിഞ്ഞടിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു, മാറിക്കൊണ്ടിരുന്നു. ഇന്ന് മുഖത്ത് നമുക്ക് വികൃതമായി ഒന്നും കാണാതെ സൗന്ദര്യത്തോടുകൂടി തന്നെ ആ മുഖം നിൽപ്പുണ്ട്. അതെല്ലാം മാറി സൗഖ്യത്തോടുകൂടി മകൾ നിൽക്കുന്നു. ഒരു മരുന്നും എടുക്കുന്നില്ല, ഒരു ലേപനവും പൂശുന്നില്ല, ശരീരത്തിന് വേദനയോ നീറ്റലോ ഒന്നുമില്ല. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് മകൾ പറയുന്നു, എൻ്റെ കൃപാസന മാതാവ് അത്ഭുതകരമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വലിയ അപകടത്തിൽ, വലിയ പൊള്ളലിൽ പൂർണ്ണ സൗഖ്യം നൽകി എന്നെ സഹായിച്ചിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, അമ്മയുടെ കരങ്ങളിലേക്ക് വലിയ കാര്യങ്ങൾ എന്ത് കൊടുത്താലും അത് ഏറ്റെടുത്ത് നമുക്ക് വിശ്വസിക്കുവാനാവാത്ത വിധം നമ്മുടെ ജീവിതത്തെ സഹായിച്ച് അനുഗ്രഹിച്ച് ഈശോയുടെ കൃപയും സംരക്ഷണവും നേടിത്തന്നുകൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം, ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, സൗഖ്യത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, കൃപാസന മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.